ഇതൊക്കെ എന്നോട് ഒന്ന് പറയുന്നത് എന്തിനാ? ടീച്ചറുടെ മനസ്സ് കളങ്കമില്ലാത്ത ഒരു പളുങ്കുപാത്രം പോലെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാസ്റ്റർ മറ്റേ വീട്ടിൽ ചെന്ന് വിവരങ്ങൾ പറയാൻ ആ പ്യൂൺ എന്നോട് പറഞ്ഞതാ. സരസ്വതിയോടോ? ആ, അവര് മാഷോട് പറഞ്ഞ മാഷ് ആ കുട്ടിക്ക് ജോലി കൊടുക്കൂത്രേ. പക്ഷെ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എത്രയായാലും ടീച്ചർ പറയും പോലെ വരില്ലല്ലോ. മാത്രമല്ല അവരുടെ മകനെ കൊണ്ട് രാധിയെ കുട്ടിയെ വിവാഹം കഴിപ്പിക്കാനും അവർക്കൊരു മോഹമുണ്ട്. വലിയ കോയിക്കലെ കുട്ടി മാഷ്ടെ മരുമകളായി വരികയെന്ന് പറയുന്നത് ഒരു അന്തസ്സല്ലേ? അതിന് മാഷക്ക് അവൻ മാത്രമല്ല മകനായിട്ടുള്ളത്. അതാ ഞാനും പറയണത്. ഏതായാലും നീ ഇത് എന്നോട് വന്ന് പറഞ്ഞത് നന്നായി. എന്നെ തോപ്പിച്ചിട്ട് അവൾ അങ്ങനെ ആളാവണ്ട. ആ കുട്ടിക്ക് ജോലി ഞാൻ വാങ്ങിച്ചു കൊടുക്കും. മാധവൻ കുട്ടിക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. എന്താ? ആ ആ എന്തിനാ ഇങ്ങനെ ഉറക്കമുളച്ചിരുന്ന് വായിക്കണേ? അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ആലോചിച്ചോ? ആലോചിച്ചു. എന്തെങ്കിലും ഒരു ജോലി ശരിയാവാതെ. ദേ, നീ ജോലി ജോലി എന്നും പറഞ്ഞിരുന്നോ? ഒടുവിൽ അവൻ കാര്യം കാണും. ഒന്ന് പോയി കാണോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? ഇഷ്ടായി ഇച്ചാ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു. ഉടനെ എല്ലാത്തിനും ഒരു ഉറപ്പാക്കി വെച്ചാ പിന്നെ കല്യാണം കുറച്ച് താമസിച്ചായാലും മതിയല്ലോ. നീ എങ്ങോട്ടാ? പെണ്ണ് കാണാൻ. ഈ പാതിരാക്കോ? അല്ല, എന്റെ താമസം വേണ്ടെന്ന് വെച്ചിട്ടാ. വീക്ക് വെച്ചിരു ഞാൻ കളിയാക്ക. അല്ല, കാര്യമായിട്ട് തന്നെയാ. നാളെ പോയാ മതി. ആ അന്ത്രൂനെയും കൂട്ടിക്കോ. ഓ, ആവശ്യമുള്ള സമയത്ത് ഈ പഹയനെ തിരിയിട്ട് തരുന്നേ കാണില്ല. ഏതെങ്കിലും പെൺകുട്ടികളെ വായിൽ നോക്കാൻ പോയി കാണും. അല്ലാതെ എന്ത് പറയാൻ? ഇല്ലെന്നാ തോന്നണേ. ഉണ്ടെങ്കിൽ ചാടി വന്നേനെ. എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടും പോകാനല്ല, ആ മണികണ്ഠനെ. മണികണ്ഠൻ ഓട്ടം പോയിരിക്കുക. മാധവൻ കുട്ടിന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നെ പോലെ വല്ല ഡീസന്റ് പാർട്ടീസും ആയിരിക്കുമെന്ന്. അയ്യടാ, നിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ എനിക്ക് വേറെ യാതൊരു ദോഷവശങ്ങളും ഇല്ല. കേറ് കേറ്. നിന്റെ തമാശക്കൊക്കെ പഴയ താണ നിലവാരം തന്നെ. ഒരു പുരോഗമനവും ഇല്ലല്ലേ? എന്റെ സ്റ്റാൻഡേർഡിന് ഇതൊക്കെ മതിയടേ.